ഗോതിരത്ത് ഫസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ഉല്ലാസ് തോമസ്, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന പ്രൊഫസർ കെ വി തോമസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സനിത, പ്രിയപ്പെട്ട ഫാദർ ഷിജു കല്ലറയ്ക്കൽ, ഫാദർ ആൻ്റണി ജോസഫ് ഇലഞ്ഞിക്കൽ, ഫാദർ ബിനോയ്, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഈ ഫെസ്റ്റിൻ്റെ ഭാരവാഹികളൊക്കെ, ഒരു നാടിനെ സാംസ്കാരികമായി ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഗോതിരത്ത് ഫെസ്റ്റ്. ഒരു ചേന്നമംഗലത്തുകാരൻ എന്ന നിലയിൽ ഈ ഗോതിരത്ത് ഫെസ്റ്റിനെ ഞാൻ ഹൃദയപൂർവം വളരെ ആവേശത്തോടെ എവിടെയും പറയുന്ന ഒരാളാണ്. കഴിഞ്ഞ 15 വർഷമായി എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും വർഷാവസാനം ഗോതിരത്തിൽ വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ ഇതിൻ്റെ പ്രവർത്തകർ ആവേശപൂർവം വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 15 വർഷമായി നാം കണ്ടുവരുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇത്തരം ഫെസ്റ്റുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അവർ ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഈ നാടിൻ്റെ വികസനത്തെ സഹായിക്കുക കൂടിയാണ്. നമുക്കറിയാം, ചേന്നമംഗലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശം മുസരീസ് പ്രദേശമാണ്. ലോകത്തിലെ തന്നെ പഴക്കമുള്ള ചരിത്രം പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മുസരീസ് ടൂറിസം പദ്ധതി. നാം ഉദ്ദേശിക്കുന്ന വിധത്തിൽ അത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സമീപ ഭാവിയിൽ അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിയോടെ നടപ്പാക്കുന്നതിന് ഗവൺമെൻറ് പരിശ്രമിച്ചു വരികയാണ്. എല്ലാം പദ്ധതികളും പൂർത്തിയായാൽ ഗോതിരത്തിൻ്റെയും ചേന്നമംഗലത്തിൻ്റെയും ചിറ്റാറ്റുകരുടെയും വടക്കേക്കരുടെയും ഒക്കെ വികസനത്തെ സഹായിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇത്തരം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കേണ്ടത് ടൂറിസം വ്യവസായത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ നാട് മുഴുവൻ ഈ ഫെസ്റ്റ് ഹൃദയത്തിലേറ്റെടുത്ത് വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഫെസ്റ്റ് ഗോതിരത്ത് നടക്കുമ്പോൾ ഗോതിരത്തുകാരുടെ മാത്രം ഫെസ്റ്റ് അല്ല ഇത്. ഈ നാടിൻ്റെ ചേന്നമംഗലത്തിൻ്റെ പറവൂരിൻ്റെ ഒക്കെ ഫെസ്റ്റായി ഇത് വളരുകയാണ്. അങ്ങനെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല മനസ്സുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ ഈ ഫെസ്റ്റിന് കഴിയുന്നുണ്ട്. നാം ഇവിടെ ഫെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം എന്ന്
നമ്മെ പഠിപ്പിച്ച യേശുദേവൻ്റെ ഓർമ്മകൾ നാം കഴിഞ്ഞ 25-ന് ലോകം മുഴുവൻ ആഘോഷിക്കുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ യേശുദേവൻ പിറന്ന നാട്ടിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു എന്ന കാര്യം നാം ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ മനുഷ്യർ തമ്മിൽ അരുതാത്ത സംഗതികൾ നടക്കുന്ന ഒരു നാടായി നമ്മുടെ നാടും മാറുകയാണോ എന്ന് സംശയിക്കുക. ഇത്തരം ഫെസ്റ്റുകൾ മനുഷ്യ ഹൃദയങ്ങളെ ഒരുമിപ്പിക്കാനും മനുഷ്യർ തമ്മിലുള്ള അകൽച്ച കുറച്ചുകൊണ്ട് കൂടുതൽ നല്ല മനുഷ്യരെ സൃഷ്ടിക്കാനും കൂടുതൽ നല്ല സമൂഹം സൃഷ്ടിക്കാനും കൂടുതൽ നല്ല രാജ്യമായി നമ്മുടെ രാജ്യം മാറാനും നാട്ടിലുള്ള ഇത്തരം ഫെസ്റ്റുകൾക്ക് കഴിയും എന്ന കാര്യവും നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാട് മുഴുവൻ ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുക വഴി യഥാർത്ഥത്തിൽ മനുഷ്യരുടെ കൂട്ടായ്മയാണ് ശക്തിപ്പെടുത്തുക. ഈ ഫെസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അടുത്ത വർഷവും ഈ ഫെസ്റ്റ് ഭംഗിയായി നടത്താൻ, ഇതിൽ കൂടുതൽ ഭംഗിയായി നടത്താൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏവരും സൂചിപ്പിച്ചതുപോലെ 2023 പടിയിറങ്ങുകയാണ്. 24 നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമുക്കൊന്നായി നിന്ന് ഒരുമിച്ച് ഈ ഫെസ്റ്റ് വിജയിപ്പിക്കാം. അതിന് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. മികവ് സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്യുന്നത് പുതിയ വീട്ടിൽ കൊച്ചുപൈലി ഫാമിലി ട്രസ്റ്റ്, ദി എംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റി, പുതിയ വീട്ടിൽ ജോർജ് പ്രശാന്ത് മെമ്മോറിയൽ, സെയിൻറ്റ് ആന്റണി അറക്കൽ ഫാമിലി ട്രസ്റ്റ്, പുത്തേഴത്ത് ഫാമിലി അസോസിയേഷൻ, CLC ഗോതിരത്ത്, ലവ് നെസ്റ്റ് ഗോതിരത്ത്, ടീം തെക്കേത്തുരുത്ത്, കോണത്ത് ഫാമിലി ട്രസ്റ്റ്, അറക്കൽ സേവ്യർ ടൈറ്റസ് മെമ്മോറിയൽ. ഈ ട്രസ്റ്റിൻ്റെ എല്ലാ ഭാരവാഹികളും ബാക്ക് സ്റ്റേജിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരേണ്ടതാണ്. ഫാദർ ഷിജു കല്ലറയ്ക്കൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഔദ്യോഗികമായി അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ സ്വാഗതം ആശംസിച്ചതാണ്. ഒരിക്കൽ കൂടി അച്ഛന് സ്വാഗതം ആശംസിക്കുന്നു. കടൽവാതുരത്ത് ഹോളി ക്രോസ് ചർച്ച് വികാരിയും കോട്ടപ്പുറം എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജറും ഒപ്പം ഗോതിരത്ത് ഫെസ്റ്റിൻ്റെ സഹരക്ഷാധികാരിയുമായ റെവറൻഡ് ഫാദർ ഷിജു കല്ലറക്കലിനെ ആശംസകൾ സംസാരിക്കുന്നതിനായി എത്രയും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഈ ഗോതിരത്ത് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉല്ലാസ് തോമസ്, മുഖ്യ അതിഥിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീ S അനിൽകുമാർ അവറുകൾ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ വികാരിയച്ഛൻ ആന്റണി ബിനോയ് അറക്കലച്ച, സ്നേഹം നിറഞ്ഞ ആന്റണച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും ആദ്യമേ തന്നെ കടന്നു വരുന്ന പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും ഭാവുകങ്ങളും സ്നേഹത്തോടു കൂടി നേരുകയാണ്. ഒരു ഗോതിരത്തുകാരൻ എന്ന് അറിയപ്പെടുന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഗോതിരത്തുകാരനല്ല ഞാൻ. കടൽവാതിരത്ത് പള്ളിയുടെ വികാരിയച്ഛൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഗോതിരത്തുകാരനാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ ഗോതിരത്തിൽ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്.
പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അച്ഛൻ എവിടെയാണെന്ന് പറയുമ്പോൾ ഗോത്രത്തിലാണ് എന്ന് പറയുമ്പോൾ അവർ പറയാറുണ്ട് എപ്പോഴും അവിടെ ആഘോഷമല്ലേ, എപ്പോഴും പരിപാടികളല്ലേ, എന്ത് രസമായിരിക്കും എന്ന് പറയാറുണ്ട്. ഒരുപാട് പേര് ഗോത്രത്ത് പ്രദേശത്ത് വരാനും ഇവിടെ ആയിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ഗോത്രത്തുകാരുടെ മനസ്സ് തന്നെയാണ്. ഈ പുതുവർഷം ആരംഭിക്കുന്നത് മുതൽ പുതുവർഷം അവസാനിക്കുന്നത് വരെ ഈ ഗോത്രത്തിൽ മുഴുവൻ പരിപാടികളാണ്. എങ്ങനെ ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു, എവിടെ നിന്ന് ഇതിൻ്റെ സാമ്പത്തികം ഉണ്ടാകുന്നു, ഇതിനെ പ്രവർത്തിക്കാൻ ആളുകൾ വേണ്ടേ, ഇതെല്ലാം ഈ ഗോത്രത്തിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം, ഓരോ പരിപാടിക്കും സാമ്പത്തികം നൽകുന്നത് ഒരു പോക്കറ്റിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ചുവടി ഫെസ്റ്റ് അവസാനിച്ചത്. അത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതാരംഭിക്കുകയാണ്, ഈ ഗോത്രത്ത് ഫെസ്റ്റ് ആരംഭിക്കുകയാണ്. എന്തുമാത്രം നമുക്ക് ചവിട്ട് നാടകങ്ങൾ, സാംസ്കാരിക വേദികൾ, ഒരുപാട് പരിപാടികളോട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ സാമ്പത്തികം ലഭിക്കുന്നത് നമുക്കറിയാം നല്ലവരായ നാട്ടുകാരിൽ നിന്നാണ്. ഒരു പോക്കറ്റിൽ നിന്ന് തന്നെയാണ് പോകുന്നതെങ്കിലും അത് കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സാണ് ഈ ഗോത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ആഘോഷങ്ങളുടെ ദ്വീപായി ഗോത്രത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഗോത്രത്തുകാർക്കുള്ളതാണ്, ഗോത്രത്തിലെ ഓരോ അംഗങ്ങൾക്കും ഉള്ളതാണ്. ഈ ഗോത്രത്ത് ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഗോത്രത്ത് ഗ്രാമത്തിൻ്റെ തനിമ, ഇതിൻ്റെ പാരമ്പര്യം, ഇതിൻ്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളൊക്കെ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗോത്രത്ത് ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്രകാരം ഇത് പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിൽ വലിയ വിജയം 15 വർഷം പിന്നിടുമ്പോൾ ഈ ഗോത്രത്ത് ആഘോഷങ്ങളുടെ ദ്വീപാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ ഗോത്രത്ത് ഫെസ്റ്റ് തന്നെയാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഈ ഗോത്രത്ത് ഫെസ്റ്റ് ഏറ്റവും നന്നായി സംഘടിപ്പിക്കാൻ, ഇതിലും മനോഹരമായി കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ, ഒരുപക്ഷെ ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നത് പോലെ അപ്രകാരം ആളുകൾ തിങ്ങിക്കൂടുന്ന രീതിയിൽ ഈ ഗോത്രത്ത് ഫെസ്റ്റിനെ വളർത്താൻ ഈ കമ്മിറ്റിക്കും ഗോത്രത്തുകാർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് ഷിജു അച്ഛ. ഒരറിയിപ്പുണ്ട്, നമ്മുടെ ഗോത്രത്ത് ഫെസ്റ്റ് 2024 ഇന്നത്തെയും നാളത്തെയും എല്ലാ പ്രോഗ്രാമിൻ്റെയും ലൈവ് ഗോത്രത്ത് മുസ്ലിം സൊസൈറ്റിയുടെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് അത് ആസ്വദിക്കുന്നതിനായി എല്ലാവരും ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗോത്രത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് അസിസ്റ്റന്റ് വികാരിയും ഗോത്രത്ത് ഫെസ്റ്റിന്റെ സഹരക്ഷാധികാരിയുമായ നമ്മുടെ പ്രിയങ്കരനായ കൊച്ചച്ഛൻ റവറൻഡ് ഫാദർ ആന്റൺ ജോസഫ് ഇലഞ്ഞിക്കലിനെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.